ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചുരിദാറിൻ്റെ സ്ലിറ്റ് നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം ആ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും. ഇനി ആദ്യമായിട്ട് തയ്ക്കുന്നവർക്കാണെങ്കിലും തയ്ച്ചിട്ട് സ്ലിറ്റ് റെഡിയാവാത്തവർക്കാണെങ്കിലും ഈ വീഡിയോ ഉപകാരപ്രദമാകും. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ സ്ലിറ്റ് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. കൈ ജോയിൻ്റ് ചെയ്ത് ഷെയ്പ്പ് അടിച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ സ്ലിറ്റ് അടിക്കുന്നത്. അതിന് ശേഷം താഴെ അടിച്ച് ചുരിദാർ കംപ്ലീറ്റ് ആവും. നമ്മൾ ഷെയ്പ്പ് അടിച്ച് വരുമ്പോൾ ഈ ഭാഗത്ത് സ്ലിറ്റ് എത്രത്തോളം നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ കൊണ്ട് നമ്മൾ കെട്ടിട്ട് നിർത്തും. അതിന് ശേഷം ഈ തുമ്പ് നമ്മൾ ഇതുപോലെ എടുത്തതിന് ശേഷം ഇങ്ങനെ മറിച്ചിട്ട് നമ്മളൊന്ന് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. തയ്യൽ തുമ്പ് കൃത്യമായിട്ടിരിക്കണം. താഴെ തൊട്ട് അതായത് താഴെ തൊട്ട് ആ ജോയിൻറ്റ് വരെ കൃത്യം തയ്യൽ തുമ്പായിരിക്കും ഇടേണ്ടത്. വെട്ടുന്നതിലും പെർഫെക്ഷൻ വേണം. ഇല്ലെങ്കിൽ സ്ലിറ്റ് ചുരുണ്ട് കിടക്കും, അതായത് വളഞ്ഞ് കിടക്കും, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കത്തില്ല. തയ്യൽ തുമ്പ് കൃത്യമായിരിക്കണം. ഇതുപോലെ മറിച്ചടിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മെയിൻ പ്രോബ്ലം വരുന്ന ആ ജോയിൻറ്റിൻ്റെ അവിടെയാണ് നമ്മൾ കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അവിടെയാണ് ചിലർക്ക് പെർഫെക്ഷൻ വരാതെ വരുന്നത്. അവിടെയാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനൽ. പുതിയ വീഡിയോസൊക്കെ എടുത്ത് വരുന്നതാണ്. ഇനി നമ്മൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ലാസ്റ്റ് നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അവിടെ സൂചി കുത്തി നിർത്തുക. അതിനുശേഷം പ്രസ്സർ പൊക്കിയതിന് ശേഷം കറക്റ്റ് ആ സെൻറ്ററിലായിട്ട് കൊണ്ടുവന്ന് സൂചി കുത്തി നിർത്തുക. സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ അവിടെ കൊണ്ട് സൂചി കുത്തി നിർത്തണം. അതിനുശേഷം പ്രസ്സർ പൊക്കി ഇപ്പുറത്തെ സൈഡ് അതുപോലെ തന്നെ നമ്മൾ കൈകൊണ്ട് നേരത്തെ ഒന്ന് ഇതാക്കി വെച്ച പോലെ അങ്ങനെ ചെയ്തതിന് ശേഷം ആ തുമ്പ് ഉള്ളിലേക്ക് വെച്ച് ഇതുപോലെ ഇനി നേരെ ഈ അറ്റത്തേക്ക് കൊണ്ടുവന്ന് സൂചി കുത്തി നിർത്തുക. നമ്മൾ അവിടെ നിന്ന് അപ്പുറത്തെ സൈഡിൽ എങ്ങനെ ചെയ്തോ അതേ രീതി തന്നെ ഇപ്പുറത്തെ ചെയ്യുക. ഇവിടെ കൊണ്ടുവന്ന് സൂചി കുത്തി നിർത്തുക. ആ ഉള്ളിലേക്ക് കയറരുത്, ലൈനിങ്ങിലേക്ക് കയറരുത്. അതിന് ശേഷം നേരെ താഴത്തേക്ക് അടിച്ചു പോരുക. ഇത് ഒരെണ്ണം അടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്പുറത്തെ വശം ചെയ്യുമല്ലോ, നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. രണ്ട് സൈഡ് ചിലർ അടിക്കാറുണ്ട്. സ്ലിറ്റിൻ്റെ ഒരു സൈഡ് ഞാൻ രണ്ട് സൈഡ് അടിക്കാറുണ്ട് കേട്ടോ. അത് തയ്ച്ച് വരുമ്പോൾ നേരെ ആ ജോയിൻറ്റിൻ്റെ അവിടെ കൊണ്ട് തന്നെ നിർത്തുക. ആ കറക്റ്റ് സെൻറ്ററിൽ കൊണ്ട് സൂചി കുത്തി നിർത്തുക. ചുരിദാർ കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടാം കേട്ടോ, എല്ലാവരും കാണണേ. അവിടെ കറക്റ്റ് ആ ജോയിൻറ്റിൻ്റെ അവിടെ കൊണ്ട് സൂചി കുത്തി നിർത്തുക. അതിനുശേഷം പ്രസ്സർ പൊക്കിയിട്ട് ഇപ്പുറത്തെ സൈഡ് നേരെ വെച്ചതിന് ശേഷം നേരെ താഴത്തേക്ക് അടിച്ചു പോവുക. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് സ്ലിറ്റ് തയ്ച്ച് നോക്കിക്കോ, പെർഫെക്റ്റ് ആയിട്ട് വന്നിരിക്കും. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. നമ്മുടെ കുർത്തി കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് പുതിയ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അത് ഓഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണണം.